ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് അടുത്ത മാസം ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ രണ്ട് ഗഡു ലഭിക്കും. മെയ് മാസത്തെ പെൻഷനൊപ്പം സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കും. മെയ് പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഇതിനായി 1800 കോടി രൂപയോളം വേണ്ടിവരും. ഓരോ ഗുണഭോക്താവിനും 3200 രൂപ വീതം ലഭിക്കും. സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡു കൂടി വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചത്. 5 ഗഡുക്കളായാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത്. അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു. അതിൽ 2 ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു. ബാക്കി 3 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള നിയമസഭാ ദിനാഘോഷത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് നിയമസഭാ സന്ദർശനം അനുവദിക്കും. ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെയുള്ള ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. നിയമസഭാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ 27 രാവിലെ 9:30 നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ നിയമസഭാ സ്പീക്കർ AN ഷംസീർ പുഷ്പാർച്ചന നടത്തും. ദിനാഘോഷത്തോടനുബന്ധിച്ച് ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെയുള്ള ദിവസങ്ങളിൽ നിയമസഭാ മന്ദിരവും പരിസരവും വൈകുന്നേരം 6 മുതൽ രാത്രി 8 വരെ ദീപാലംകൃതമായി അലങ്കരിക്കും. അന്നേ ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ രാത്രി 8 മണി വരെയും പൊതു അവധി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതലും നിയമസഭാ മന്ദിരവും നിയമസഭാ മ്യൂസിയവും പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇൻഫോ പാർക്കിൽ പുതിയ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി. 600 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്നതാണ് സൗകര്യം. സ്വകാര്യ കമ്പനികളും സ്ഥലം പാട്ടത്തിനെടുത്ത കെട്ടിട നിർമ്മാതാക്കളും പാർക്കിംഗ് ആവശ്യം പലപ്പോഴായി ഉന്നയിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ പാർക്കിംഗ് ഇൻഫോ പാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഫേസ് 1-ൽ ഇൻഫോ പാർക്കിന് സ്വന്തമായി 4 കെട്ടിടങ്ങളാണുള്ളത്. ഇതിലെ കമ്പനികൾ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള പാർക്കിംഗ് നിലവിൽ നൽകുന്നുണ്ട്. പാർക്കിന്റെ തെക്ക് ഗേറ്റിനോട് ചേർന്നുള്ള ഇൻഫോ പാർക്ക് സ്ക്വയർ പൂർണ്ണമായും പെയ്ഡ് പാർക്കിങ്ങിന് നൽകിയിട്ടുണ്ട്. 140 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് അവിടെയുള്ളത്. എന്നാൽ ശരാശരി 40% മാത്രമാണ് പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഫോ പാർക്ക് സ്ക്വയർ പാർക്കിങ്ങിൽ നിന്നും കമ്പനികളിലേക്ക് പോകാനായി സൗജന്യ ഇലക്ട്രിക് ബഗ്ഗി സംവിധാനവും ലഭ്യമാണ്. പാർക്കിന്റെ 2 കവാടവും എല്ലാ കെട്ടിടങ്ങളുടെ മുമ്പിലൂടെയും പോകുന്ന 2 ഇലക്ട്രിക് ബഗ്ഗികളുടെ സർവീസ് തികച്ചും സൗജന്യമാണ്. രാവിലെ 8:30 മുതൽ 11 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമാണ് സർവീസ് നടത്തുന്നത്. ഒരു ബഗ്ഗിയിൽ 14 പേർക്ക് സഞ്ചരിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ക്രെയിൻ ഓപ്പറേറ്റർ, സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത്. 7 ഒഴിവുകളാണുള്ളത്. വർക്ക്മാൻ വിഭാഗത്തിലെ തസ്തികകളിൽ 3 സൈനികർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ക്രെയിൻ ഓപ്പറേറ്റർ തസ്തികയിൽ 6 ഒഴിവുകളും സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികയിൽ 1 ഒഴിവുമാണുള്ളത്. മെയ് 6 വരെ ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിക്കും. ജോലിക്ക് അപേക്ഷിക്കാനുള്ള ഫീസ് 400 രൂപ.